ധനകഴങ്ങയാണ്. അങ്ങനെ നമ്മൾ ഡ്യുവലിൻ്റെ കഥ പറഞ്ഞു. ഇനി അടുത്ത് പറയാൻ പോണ കഥ വീണ്ടും ഒരു ഇംഗ്ലീഷാണ്. കഥയുടെ പേര് ജോസ്. 1975 യൂണിവേഴ്സൽ പിക്ചേഴ്സ് പുറത്തിറക്കിയ പടം. ഇതും സ്റ്റീഫൻ സ്പീൽബർഗ് തന്നെയാണ് സംവിധാനം. ഇതിലെ ആക്ടേഴ്സ് റോയ് ഷെൽഡർ, റോബർട്ട് ഷോ, റിച്ചാർഡ് ഡ്രൈഫ്യൂസ്. പക്ഷേ ഇതിലെ വില്ലൻ, അതാണ് സംഭവം. ഒരു വൈറ്റ് ഷാർക്ക്. ഈ ഷാർക്കാണ് ഈ കഥയിലെ വില്ലൻ. എംനിറ്റി എന്ന ഒരു ഐലൻഡ്. ഈ ഐലൻഡിനെ ഒരു ഷാർക്ക് അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ കുളിക്കാൻ വരുന്നവർ ജീവനോടെ പിന്നെ തിരിച്ചു പോകുന്നില്ല. റോയ് ഷീൽഡർ ആണ് ഇതിലെന്ത് പറഞ്ഞല്ലോ, ആളൊരു പോലീസ് ചീഫാണ്. മാർട്ടിൻ ബ്രോഡി എന്നാണ് അയാളുടെ പേര്. അപ്പോൾ അയാളാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ആ കേസ് അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതൊരു സ്രാവിൻ്റെ കൈയാണ്, അല്ലാതെ മനുഷ്യനൊന്നല്ല, സ്രാവാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആ നേരം നോക്കുമ്പോൾ അവിടെ സീസൺ ആവുകയാണ്, നിറയെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. സോ അവിടുത്തെ അധികാരികൾ ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയൊന്നുമില്ല, കാരണം അവർക്ക് റവന്യൂ ആണല്ലോ. അത് അന്നൊന്നും നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നമുക്ക് റവന്യൂ കിട്ടാനാണോ നോക്കുന്നത്. അപ്പോൾ ആ നേരത്തെ ഇങ്ങനെ സംഭവം വരും പറഞ്ഞാൽ ആരും മൈൻഡില്ല. പക്ഷേ അതങ്ങനെ ആ സീസൺ സമയത്ത് ഒരു കുട്ടി സ്രാവിനാൽ ആക്രമിക്കപ്പെടുകയാണ്. അതോടെ ഗത്യന്തരമില്ലാതെ ഈ അതോറിറ്റീസ് ഇതിനെ കൊല്ലാനുള്ള ഷൂട്ടറെ പ്ലാൻ ചെയ്യാൻ നോക്കുകയാണ്. ഇത്ര ഉറുപ്പ്യ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പലരും പലതൊക്കെ പറഞ്ഞു. എല്ലാവരും ഇറങ്ങി. അവരൊക്കെ സ്രാവ് പിടിക്കുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് നമ്മുടെ റിച്ചാർഡ് ഡ്രൈഫ്യൂസ് ചെയ്ത മെറൈൻ ബയോളജിസ്റ്റ്. അയാൾ വന്നിട്ട് പറയും, ഇത് സാധാരണ സ്രാവല്ല, ഇതൊരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്കാണ്. അത് ഏതാണ്ട് 16 അടി നീളമുണ്ട്. ഇങ്ങനെയൊക്കെ പറയും കാര്യങ്ങൾ. അതോടെ ഇവരും പിന്നെ ഇവരെ സഹായിക്കാൻ സ്രാവിനെ പിടിക്കുന്ന റോബർട്ട് ഷോ അയാളും ഇറങ്ങുകയാണ്. അവർ കടലിൽ പോയിട്ട് എന്താണ് ഉണ്ടാവുന്നത് എന്നാണ് ഈ കഥയിലത്. പറഞ്ഞ പോലെ ഇത് 1975 പണം ഇറങ്ങിയത്. സ്റ്റീഫൻ സ്പീൽബർഗ്, യൂണിവേഴ്സൽ പിക്ചേഴ്സാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. ഇതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഡയലോഗുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ മാർട്ടിൻ ബ്രൂഡി വരും, നമ്മുടെ റോയ് ഷീൽഡർ അഭിനയിച്ച ക്യാരക്ടർ. അയാൾ ഈ കടലിലെ ഷിപ്പിൽ ഇവർ പോയി എന്ന് പറയല്ലോ. അപ്പോൾ ഈ സ്രാവിനെ പിടിക്കാനായിട്ട് ഇങ്ങനെ ഇറച്ചി കഷ്ണം കടലിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണ നേരത്ത് നമ്മുടെ സ്രാവ് ഇങ്ങോട്ട് പൊന്തി വരും. അതുവരെ സ്രാവിനെ കാണാത്ത, അല്ലെങ്കിൽ സ്രാവ് പിടിക്കുന്നതല്ല, സ്രാവിനെ നീളം വീഴുന്നറിയാത്തത്. ആ സമയത്താണ് ഈ സ്രാവിൻ്റെ എൻട്രി. അയാൾ കണ്ടപ്പോൾ മനസ്സിലായി അത് എങ്ങനെയാ പറയാം, നമ്മൾ സിനിമയിലൊക്കെ പോലെ വില്ലൻ്റെ എൻട്രി, അതൊരു മാസ് എൻട്രിയാണ്. കടലിൽ കൂടെ അതിങ്ങനെ കുതിച്ച് വന്ന് ഇവരുടെ കപ്പലിനെ തൊട്ടില്ല മട്ടിൽ പോവാണ്. അപ്പോഴാണ് ഈ റോബർട്ട് ഷോ പറയുന്നുണ്ട്, റോബർട്ട് ഷോയും ഈ റിച്ചാർഡ് ഡ്രൈഫ്യൂസും കൂടി ഇതിൻ്റെ നീളും വീതിയും തടിയൊക്കെ പറയാണ്. അപ്പോഴാണ് 16 അടി നീളത്തിലുള്ള വലിയൊരു സ്രാവ്. പിന്നെ എന്താണ് ഉണ്ടാവുന്നത് എന്നാണ് പടം. ഇംഗ്ലീഷിൽ ചുരുങ്ങിയതെല്ലാം 1.5 മണിക്കൂറിൻ്റെ സമയമാണ്. ആ 1.5 മണിക്കൂർ നമ്മളെ മറ്റൊരു ത്രില്ലടിപ്പിക്കുന്ന സീനുകളാണ് ഈ പടത്തിലുള്ളത്. സ്രാവിൻ്റെ അറ്റാക്ക്, അതെ. ഇത് കഴിഞ്ഞ് ഇവർ ജോസ് 2, ജോസ് 3 ഒക്കെ 2-3 സീരീസൊക്കെ ഇറങ്ങി. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് 1975 ജോസ്. ഇത് എപ്പോൾ വന്ന് കണ്ടാലും അത് കണ്ടിരിക്കും.